ഒരു കസ്റ്റമർ ഒരു ബൂസ്റ്റർ പമ്പ് സെലക്ട് ചെയ്യുന്നതിന് മുന്നേ എന്തൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കിയിരിക്കണം, അല്ലെങ്കിൽ എന്തൊക്കെയാണ് കസ്റ്റമറിന്റെ റിക്വയർമെന്റ്സ് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം. ഒന്നാമത്തെ കാര്യം, നമുക്ക് എത്രയാണ് ഉപയോഗം, അതായത് എത്ര ബാത്റൂംസ് ഉണ്ട്, അല്ലെങ്കിൽ എത്ര ടാപ്പുകളാണ് നമുക്ക് ഉപയോഗിക്കേണ്ടി വരുന്നത്, അല്ലെങ്കിൽ ഏതൊക്കെ ടൈപ്പ് ഷവേഴ്സ് ആണ് ഉപയോഗിക്കേണ്ടത്. അതിൽ നമുക്ക് ജഗ്ഗൂസി ടൈപ്പ് പാനൽസോ അല്ലെങ്കിൽ ഷവർ പാനൽസോ ഒക്കെ ഉപയോഗിക്കുന്നുണ്ടോ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഒരു സമയം നമ്മൾ എത്ര ബാത്റൂംസ് വരെ മാക്സിമം നമുക്ക് ഉപയോഗിക്കേണ്ടി വരും. അതായത് സപ്പോസ് 5 ബാത്റൂംസ് ഉണ്ടെങ്കിൽ നമ്മൾ മാക്സിമം ചിലപ്പോൾ 2 ബാത്റൂം അല്ലെങ്കിൽ 3 ബാത്റൂം വരെ നമ്മൾ മാക്സിമം ഉപയോഗിക്കേണ്ടി വരുള്ളൂ. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും 5 ബാത്റൂംസ് ഉപയോഗിക്കേണ്ടിയുള്ള പ്രഷർ പമ്പ് എടുക്കേണ്ട ആവശ്യമില്ല. കാരണം നമുക്ക് വെറുതെ കറണ്ട് ഇങ്ങനെ പൊക്കോണ്ടിരിക്കും. അതുപോലെ തന്നെ ഓവർ പ്രഷർ വരാനുള്ള ചാൻസ് കൂടുതലായിരിക്കും. 5 ബാത്റൂംസ് ഉണ്ടെങ്കിൽ മാക്സിമം നമ്മൾ 3 ബാത്റൂമേ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ 3 ബാത്റൂംസിന്റെ ബൂസ്റ്റർ പമ്പ് എടുത്താൽ മതി. മൂന്നാമതായിട്ട്, ഏത് ടൈപ്പ് പൈപ്പാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നമുക്കിന്ന് മാർക്കറ്റിൽ PVC ഉണ്ട്, CPVC ഉണ്ട്, അതുപോലെ ASTM ടൈപ്പ് ഗ്രേഡ് പൈപ്പുകളൊക്കെ ഉണ്ട്. ഇപ്പോൾ പഴയ ടൈപ്പ് പൈപ്പുകളിലാണ് നമ്മൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ പ്രഷർ പമ്പ് കൊടുക്കുന്ന സമയത്ത് ലീക്കേജ് വരാനും പൈപ്പ് പൊട്ടി പോകാനൊക്കെ ഉള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ പ്രഷർ കുറഞ്ഞ പമ്പേ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ എപ്പോഴും നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്നത് CPVC ഗ്രേഡിലുള്ള പൈപ്പ് ആയിരിക്കും ഏറ്റവും ബെസ്റ്റ്, പ്രഷർ പമ്പിന് ഏറ്റവും ബെസ്റ്റ്. നാലാമതായിട്ട് 2 കാര്യങ്ങളാണ്, പവർ കൺസപ്ഷനും അതുപോലെ തന്നെ സൗണ്ടുമാണ്. ഒത്തിരി കറണ്ട് ആവുന്ന മോഡൽസ് നമുക്ക് എടുക്കുന്നതിന് പകരം കറണ്ട് കുറഞ്ഞ ടൈപ്പ് പമ്പുകളാണ് നമ്മൾ എപ്പോഴും എടുക്കാൻ വേണ്ടി. അതിന് ഏറ്റവും ബെസ്റ്റ് BLDC ഗ്രേഡ് പമ്പുകളായിരിക്കും നല്ലത്. അതിന് വന്നിട്ട് കറണ്ട് കുറവായിരിക്കും, അതുപോലെ തന്നെ അതിന് നോയ്സും കുറവാണ്. ഇല്ലെങ്കിൽ ചില മോഡൽസ് ഇപ്പോൾ ടാങ്ക് ടൈപ്പ് പമ്പുകളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഒത്തിരി നോയ്സ് വരാനുള്ള ചാൻസ് കൂടുതലാണ്. എന്നാൽ BLDC പമ്പിനൊക്കെ സൗണ്ട് കുറവാണ്. അഞ്ചാമതായിട്ട്, വെതർ പ്രൂഫ് ആയിട്ടുള്ള പമ്പാണ്. അതായത് മെജോറിറ്റി പമ്പുകളും ടെറസിന്റെ മുകളിലായിരിക്കും വെച്ചിരിക്കുന്നത്. ആ സമയത്ത് മഴ നനയാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. മഴ നനഞ്ഞു കഴിഞ്ഞാൽ പമ്പ് ഡാമേജ് ആവും. ഇനി നമുക്ക് മഴ നനയാതിരിക്കാനുള്ള പ്രൊവിഷൻസ് ഒന്നും തന്നെ ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നമ്മൾ വെതർ പ്രൂഫ് പമ്പ് കിട്ടും. വെതർ പ്രൂഫ് പമ്പ് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു പ്രശ്നം നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. അങ്ങനെ നമ്മൾ ഒരു പ്രഷർ പമ്പ് സെലക്ട് ചെയ്യാനോ അല്ലെങ്കിൽ വാങ്ങുന്നതിന് മുന്നേ ഈ 5 കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ എപ്പോഴും ഏത് പമ്പാണ് നമുക്ക് എടുക്കേണ്ടെന്നുള്ള കാര്യം നമ്മൾ സെലക്ട് ചെയ്യാവും.